Hi students, എൻ്റെ പേര് മിസ്ബാൻ. മഹാരാജാസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആറ്റിങ്ങലിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ +1കാർക്കുള്ള സയൻസ് സ്റ്റുഡൻസിനുള്ള ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ +1ലേക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്ര മാർക്കിനാണ് ഫിസിക്സ് എക്സാം എഴുതുന്നതെന്നും തിയറി മാർക്ക് എത്രയാണെന്നും ലാബ് മാർക്ക് എത്രയാണ് എന്നുള്ളതിനെ പറ്റി ഒരു നല്ലൊരു ബോധം ആർക്കുണ്ടായിരിക്കണം? നമ്മൾ +1ലായിട്ടുള്ള സ്റ്റുഡൻസിനുണ്ടായിരിക്കണം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഫിസിക്സിന് 60 മാർക്കാണ് തിയറി മാർക്കായിട്ട് നമുക്ക് വേണ്ടത്. അതോടൊപ്പം തന്നെ CE മാർക്കായിട്ട് നമുക്ക് കിട്ടുന്നത് 20 മാർക്കാണ്. ടോട്ടൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 80 മാർക്കാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ വാങ്ങുന്നത്. 60 മാർക്ക് തിയറിന്നും 20 മാർക്ക് CE മാർക്കായിട്ടും. സെക്കൻഡ് ഇയറിൽ നമ്മൾ അതേപോലെ തന്നെയാണ്. സെക്കൻഡ് ഇയറിലും 60 മാർക്ക് തിയറിയും 20 മാർക്ക് നമുക്ക് ഇൻറ്റേർണലായിട്ടും CE മാർക്കും 40 മാർക്ക് ലാബിനും. അങ്ങനെ നമുക്ക് അവിടെ കിട്ടുന്ന മാർക്ക് 120 മാർക്കാണ് ടോട്ടൽ സെക്കൻഡ് ഇയറിലെ മാർക്ക്. അപ്പോൾ നമ്മൾ +2 സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ 200 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ആ 200 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്നുള്ളതിനെ പറ്റി ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഇതാണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം ഇതനുസരിച്ച് എന്ത് ചെയ്യണം, എത്രത്തോളം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാമെന്നും ലാബിനുള്ള മാർക്ക് എത്ര എന്നുള്ളതിനെ പറ്റി എന്ത് ചെയ്യണം, ഒരു ധാരണ നമുക്ക് പഠിച്ച് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ ചാപ്റ്ററിലും എൻട്രൻസിന് ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അപ്പോൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ, പബ്ലിക് എക്സാമിന് എഴുതുമ്പോഴേക്കും +1ൻ്റെ മാർക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ സ്ഥിരം ഒരു സെക്ഷൻ തന്നെയാണ് ഇതുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഓരോ ടേമും എന്ത് എന്ന് നമ്മൾ എടുത്തുണ്ടോ പഠിക്കുന്നുണ്ടോ. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ബലം എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള ബലങ്ങൾ നമുക്ക് 4 ബലങ്ങളാണ് ഉള്ളത്. 4 ഫോഴ്സസ് ആണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഫസ്റ്റ് ഉള്ളത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ് സെക്കൻഡ് വൺ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഫോർത്ത് വൺ. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സെക്കൻഡ് വൺ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, തേർഡ് വൺ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഫോർത്ത് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സസ് എന്ത് എന്ന് മാത്രമാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് നമ്മൾ 9ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്താണ്? ദ മോഷൻ ഓഫ് മൂൺ ആൻഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അറൗണ്ട് ദി എർത്ത്. അപ്പോൾ നമുക്ക് എർത്ത് ഉണ്ട്. ഒരു എർത്തിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളും നമ്മുടെ അല്ലാതെ മൂൺ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നു. അത് എന്തിൻ്റെ ഫോഴ്സ് കൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ഒക്കെ കാരണമാണ് ആ എർത്തിന് ചുറ്റും ആര് കറങ്ങുന്നത്? നമ്മളെ മൂണും സണ്ണും ഒക്കെ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വീക്കസ്റ്റ് ഫോഴ്സ് എന്നറിയപ്പെടുന്നതും ഫണ്ടമെൻ്റൽ ഫോഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എന്ന് പലതവണയും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ നമ്മൾ ഇനി എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിക്കുന്ന ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊരു ഇക്വേഷനായിട്ട് നിങ്ങൾ എഴുതി പഠിപ്പിക്കാം. 2 മാസ് ഉണ്ട്. ഇത് M1 എന്ന് പറയുന്ന ഒരു മാസ്, ഇത് M2 എന്ന് പറയുന്ന ഒരു മാസ്. ഇത് തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ് എങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്? അതിനൊരു ഡെറിവേഷനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 masses M1 M2 and inversely proportional to square of the distance between them. നോക്കിക്കേ എങ്ങനെയാണെന്ന്.
ഫസ്റ്റ് സെന്റൻസ് എന്താ എഴുതേണ്ടത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സ്റ്റേറ്റ് ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ടു മാസസ് m1 m2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റൻറ്റ് ജി എന്ന് എടുക്കാം. m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ 8 പഠിക്കുന്നുണ്ട്. അവിടെ എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ചാപ്റ്റർ 8 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഈ ഒരു ജിക്ക് ഒരു വാല്യൂ ഉണ്ട് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് എന്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ഈ ക്യാപിറ്റൽ ലെറ്റർ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കണം. അടുത്തത് സെക്കൻഡ് ഫണ്ടമെന്റൽ ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കോമ്പിനേഷനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ചാർജുമുണ്ട്, നെഗറ്റീവ് ചാർജുമുണ്ട്. എന്താ ഈ ചാർജസിൻ്റെ പ്രത്യേകത? അൺലൈക്ക് ചാർജസ് ആണ് എങ്കിൽ അട്രാക്റ്റ് ചെയ്യും, സെയിം ചാർജസ് ആണ് എങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞ ചാർജസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് എന്ന് പറയുന്നത് ഒന്നി അട്രാക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ റിപ്പൾസീവ് ആയിരിക്കും എന്ന് പറഞ്ഞത്. സെയിം ചാർജസ് ആണ് എങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജസ് ആണ് എങ്കിൽ അട്രാക്റ്റ്. അതേപോലെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ആർക്കുള്ളത്? മാഗ്നറ്റിനുള്ളതും. ഒരു മാഗ്നറ്റിന് ഒരു നോർത്ത് പോൾ ഉണ്ടായിരിക്കും, ഒരു സൗത്ത് പോൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു നോർത്ത് പോൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് റിപ്പൽ ചെയ്യും. ഇവിടെ ഒരു നോർത്ത് പോൾ വയ്ക്കുന്നു എങ്കിൽ എന്ത് ചെയ്യും? ഇത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ്. അട്രാക്റ്റീവ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു എക്സാമ്പിൾ രണ്ടിലും വരച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയാണ് എന്തിൽ പഠിക്കാനുള്ളത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. 2 പോയിന്റ് മാത്രമേ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളൂ. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ പ്രോസസ് ഫോർ ഡീകെ പ്രോസസ്സിനൊക്കെ വേണ്ടി ന്യൂക്ലിയർ സ്റ്റേഷനിലെ ഡീകെ പ്രോസസ്സിങ്ങിന് വേണ്ടിയൊക്കെയാണ് ആര് ഉപയോഗിക്കുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് ഉപയോഗിക്കുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ പഠിക്കാനുള്ളൂ. അപ്പം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺസ് ഇൻ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനകത്തുള്ള ഒരു ഫോഴ്സ് ആണ് എന്തിൽ വരുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സ്ട്രോങ്ങസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എന്നറിയപ്പെടുന്ന ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്കസ്റ്റ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഇൻ നേച്ചർ എന്നറിയപ്പെടുന്നത് ഏത് ഫോഴ്സിനെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ്. അക്കാര്യം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരും, അല്ലെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് വരും. ഇത് നമുക്ക് 1 മാർക്കിൻ്റെ സെക്ഷൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഫണ്ടമെന്റൽ ഫോഴ്സ് 4 എണ്ണത്തിൽ ഏതെങ്കിലും ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരുന്നു. 2020 ചോദിച്ചു. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. അതോടൊപ്പം എൻട്രൻസിന് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ചോദിച്ചു വന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. എൻട്രൻസിന് നമുക്ക് ചോദിക്കുന്ന പലതവണ എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ ഓരോ ടോപ്പിക്സ് പഠിക്കുന്നു. ആ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം പ്രീവിയസ് ഇയറിൽ നമ്മൾ എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ക്ലാസ്സിന് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം? തീരുമാനിക്കുക. അപ്പോൾ എന്താണ് എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ? വെരി ഷോർട്ട് റേഞ്ച് ഏതിനാണ് എന്നുള്ളതും ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റ് ലാർജ് റേഞ്ച് ഏതിനുള്ളത് എന്നായിരുന്നു എക്സാമിന് ചോദിച്ചത്. വെരി ഷോർട്ട് റേഞ്ച് ചോദിച്ചത് നമുക്ക് എവിടെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഷോർട്ട് റേഞ്ച്, വെരി ഷോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഇൻഫിനിറ്റ് ലാർജ് റേഞ്ച് അത് ഏതിലാണ് വരുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ് ഇത് വരുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു ആരൊക്കെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വരുന്നത്? എർത്തും മൂൺ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ലാർജ് ആയിരിക്കും. എർത്തും ഉണ്ട്, മൂണുണ്ട്. അപ്പോൾ അത്രത്തോളം ഡിസ്റ്റൻസ് എന്തുകൊണ്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അട്രാക്ഷൻ ആർക്ക് വരുന്നുണ്ട്? നമ്മളെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വരുന്നുണ്ട്. അടുത്തത് ഒരു ന്യൂക്ലിയസിനകത്ത് മാത്രം പ്രോട്ടോണിനെയും ന്യൂട്രോണൊക്കെ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിന് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്കിൽ 2 ഒരു
സെക്ഷനും കൂടെ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. വെരി ഷോർട്ട് റേഞ്ച് ആർക്കാണുള്ളത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനുള്ളത്. ഇൻഫിനിറ്റ് റേഞ്ച് ആർക്കാണുള്ളത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമുക്ക് മാക്സിമം നമുക്കുള്ള കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ്. എൻട്രൻസിന് കിട്ടുന്ന മാർക്ക് 4 മാർക്കിൻ്റെ സെക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് മഹാരാജാസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുവെങ്കിൽ മഹാരാജാസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.